ഭൂമിയുടെ ചലനദിശ ഏതാണോ ആ ദിശകൾക്ക് സമാന്തരമായിട്ട് ഗ്രഹങ്ങൾ വെച്ചാൽ അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ നമുക്ക് കൽപ്പാന്തകാലത്തോളം വസിക്കാൻ സാധിക്കും. മുഹൂർത്തം നോക്കുമ്പോൾ മുഹൂർത്ത പദവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, കരിയം മൂലമഖാന്നഭേ മൃഗതുലാം ഏഷാന്യരാശവും ഗൃഹം. ഇന്നത്തെ നിലയ്ക്ക് ഈ 8 ദിക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഗൃഹത്തിൻ്റെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവിടെ സൂര്യൻ്റെ ഗതിയും ഭൂമിയുടെ ചലനവും അനുസരിച്ച് വളരെ സയൻറ്റിഫിക്കായിട്ട് ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്തി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. 10ാമത്തെ രാശി ഏത് മാസത്തിലാണോ നമ്മൾ കല്ലിടുന്നത് അതിൻ്റെ 10ാമത്തെ രാശിയിൽ കല്ലിടണം എന്നുള്ളതും ഈ വാസ്തുശാസ്ത്ര സങ്കല്പം, വാസ്തുപുരുഷ സങ്കല്പം എന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ ഒരു സങ്കല്പം ഉള്ളത് ശരിക്കും ഈ ഒരു ഭൂമിയിൽ 8 ദിക്കുകളാണ് അല്ലെങ്കിൽ 10 ദിക്കുകളാണ് ഉള്ളതെന്നും ശാസ്ത്രം പറയുന്നുണ്ട്. 8 ദിക്കുകൾ എന്ന് പറയുമ്പോൾ സംശയിക്കാനില്ല. 4 മഹാദിക്കുകളും 4 വിദിക്കുകളും. മഹാദിക്കുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായ കിഴക്ക്, കൃത്യമായ തെക്ക്, കൃത്യമായ പടിഞ്ഞാറ്, കൃത്യമായ വടക്ക്, 4 ദിക്കുകൾ. 4 വിദിക്കുകൾ എന്ന് പറയുമ്പോൾ വെച്ചാൽ കോൺ തിരിഞ്ഞ ഡയറക്ഷൻസ്. തെക്ക് കിഴക്കേ കോണ്, തെക്ക് പടിഞ്ഞാറേ മൂല കോണ്, വടക്ക് പടിഞ്ഞാറേ കോണ്, വടക്ക് കിഴക്കേ കോണ്, ഇങ്ങനെ 4 കോണുകൾ. ഈ 4 8 ദിക്കുകളാണ് എപ്പോഴും ഒരു ഗൃഹനിർമ്മാണ വിഷയത്തിൽ അഥവാ ഒരു വാസ്തുശാസ്ത്ര വിഷയത്തിൽ എപ്പോഴും നമുക്ക് പ്രാമുഖ്യമായിട്ടുള്ളത്. തീർച്ചയായും. പിന്നെ 2 ദിക്കുകളുള്ളത്, ഒന്ന് ഭൂമിയും ഒന്ന് ആകാശവുമാണ്. അപ്പം അത് നമുക്ക് നിർമ്മാണത്തിൽ അത്ര കാര്യമില്ല, എന്നാൽ ബാക്കി പല വിഷയങ്ങളിലും അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇവിടെ ഈ പഞ്ചഭൂതങ്ങൾ അത് പ്രപഞ്ചം, പഞ്ചഭൂതങ്ങളാൽ പ്രപഞ്ചീകൃതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ തിരുമേനി പറഞ്ഞതുപോലെ ഈ 8 ദിക്കുകൾ അഷ്ടദിക് പാലകരുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഓരോരോ കോണിനും ഓരോരോ ദേവതകൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ കൃത്യമായും ആ സ്ഥാന ഗതികൾ നിർണയിച്ചുകൊണ്ട് ആർക്കാണോ ഗൃഹം നിർമ്മിക്കേണ്ടത്, ആരാണോ അവിടെ വസിക്കേണ്ടത്, അവരുടെ നക്ഷത്രം കൂടി നോക്കിയിട്ട് കൃത്യമായ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിട്ടാണ് ഒരു സ്ഥപതി അല്ലെങ്കിൽ ഒരു വാസ്തുശാസ്ത്രകാരൻ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണം ഈ ഭൂമിയിൽ വീട് വരേണ്ടത് അല്ലെങ്കിൽ മനുഷ്യാലയം വരേണ്ടത്, അതിന് എന്നാണ് സ്ഥാനം കാണുക, ആ സ്ഥാനപ്രകാരം എവിടെയാണ് കല്ലിടേണ്ടത്. അത് കല്ലിട്ട് കഴിഞ്ഞാൽ 10ാം മാസം അങ്ങനെയാണല്ലോ പറയുന്നത്, പ്രസവം 10ാമത്തെ രാശിയിൽ. അപ്പോൾ ബീജാപഭാവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രസവം അങ്ങനെ പറയുമ്പോൾ അപ്പൊ അത് കണക്കാക്കിയിട്ടൊക്കെ അത്രത്തോളം ബൃഹത്തായിട്ട് തന്നെ അതില് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ശരിയാണ്. മുഹൂർത്തം നോക്കുമ്പോൾ മുഹൂർത്ത പദവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, കരിയം മൂലമഖാന്നഭേ മൃഗതുലാം ഏഷാന്യരാശവും ഗൃഹം എന്ന് തുടങ്ങുന്ന പ്രമാണത്തിൽ ഏത് സ്ഥാനത്താണ് അതിൻ്റെ എങ്ങനെയൊക്കെ അത് നല്ല ദിവസം സ്വീകരിക്കണം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ അതിൽ പറയുന്നുണ്ട്, അതേ ഗ്രന്ഥത്തിൽ തന്നെ സൂചനയുണ്ട്, 10ാമത്തെ രാശി ഏത് മാസത്തിലാണോ നമ്മൾ കല്ലിടുന്നത് അതിൻ്റെ 10ാമത്തെ രാശിയിൽ കല്ലിടണം എന്നുള്ളതും ഈ വാസ്തുശാസ്ത്ര സങ്കല്പം, വാസ്തുപുരുഷ സങ്കല്പം എന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. രണ്ടാമത് താങ്കൾ ചോദിച്ച വിഷയം വളരെ പ്രസക്തമാണ്. ഇന്നത്തെ നിലയ്ക്ക് ഈ 8 ദിക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഗൃഹത്തിൻ്റെ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവിടെ സൂര്യൻ്റെ ഗതിയും ഭൂമിയുടെ ചലനവും അനുസരിച്ച് വളരെ സയൻറ്റിഫിക്കായിട്ട് ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്തി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അതാണല്ലോ പ്രധാനം. തീർച്ചയായും. ഒരു ഒരു പൗരാണിക കാലത്തെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ആചാര്യന്മാര്, പണ്ഡിതന്മാരായിട്ടുള്ള ആചാര്യന്മാർ ഇത് കൈകാര്യം ചെയ്യണം. അവരെ വിശ്വസിച്ചുകൊണ്ട് ഈ ശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്നു അല്ലേ? അങ്ങനെയാണ് ഒരു സംവിധാനം. എന്നാൽ ഇന്ന് ആധുനിക കാലത്തെ ഒരു മാറ്റം എന്നുള്ളത് അതും നല്ലത് തന്നെ. അറിവിൻ്റെ ഇന്നിപ്പോൾ എല്ലാവർക്കും പ്രാഥമികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും ഉണ്ട്, പ്രാഥമികമായിട്ടുള്ള എല്ലാ ജ്ഞാനങ്ങളും ഉണ്ട്. അപ്പം അതിൽ നിന്നുകൊണ്ട് അവർ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി സയൻറ്റിഫിക്കായിട്ട് അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അവർക്ക് ഇത് കൂടുതൽ വിശ്വാസയോഗ്യമാവുകയും
കൂടുതൽ കൺവിൻസിങ് ആവുകയും ചെയ്യുക എന്നുള്ളൊരു വിഷയം അതിലുണ്ട്. തീർച്ചയായും എപ്പോഴും സംശയം ഉണ്ടാവുക, സംശയ വിച്ഛന്തി വരുത്തുക. അതെ, അങ്ങനെയാണ് അറിവ് ഏതാണ്ട് പൂർണ്ണതയിലേക്ക് അടുക്കുക എന്നാണ് പറഞ്ഞു. തീർച്ചയായിട്ടും. ഒരു ക്ലാസ്സിലിരിക്കുന്ന അധ്യാപകന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ള കുട്ടി ആരാണോ അവനായിരിക്കും വിദ്യ ആർജിക്കാൻ കൂടുതൽ പ്രാപ്തൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഇപ്പൊ തിരുമേനി പറഞ്ഞതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പഴയ കാലത്ത് പലതും നമുക്ക് അറിയാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല, പല വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല നമുക്ക്. ഇന്നിപ്പോൾ അതൊക്കെ മാറി പലപ്പോഴും നമുക്ക് വിരൽത്തുമ്പിൽ വരെ പല അറിവുകളും ലഭ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതിൽ അപകടവും അപജയങ്ങളും ഒക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ എങ്കിൽ അത്യാവശ്യം പ്രാഥമികമായ കാര്യങ്ങൾ അറിയാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട്. ഈ പ്രാഥമികമായി നമ്മൾ തിരിച്ചറിയുന്ന വസ്തുതകളിൽ നിന്നും നമുക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് എനിക്ക് ഇങ്ങനെയൊരു വിഷയമുണ്ടല്ലോ, അതിനിങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അങ്ങേപ്പോലുള്ള ഒരാൾക്ക് അത് കൃത്യമായി അഡ്രസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും പറയാം. അവിടെയാണ് ഒരാൾ സംതൃപ്തിയോടുകൂടി സംശയം തീർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം വരുന്നത്. അപ്പം ഇത് തീർത്തും ഈ പൗരാണികമായിട്ടുള്ളൊരു ആചാരം മാത്രമല്ലെന്നും അതിൻ്റെ വളരെ വലിയ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അടിത്തറയും ശാസ്ത്രവും അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് തീർച്ചയായും. കാരണം അച്ഛൻ തിരുമേനി പറഞ്ഞു തന്നതിൻ്റെ ഒരു ഇതനുസരിച്ച് ശരിക്ക് ഈ ഒരു ഭൂമിയിൽ എന്തിനാണ് ശാസ്ത്രത്തിൽ പറയുന്നു കൃത്യമായ 4 മഹാദിക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം ഗൃഹത്തിൻ്റെ ദർശനം നിശ്ചയിക്കാൻ എന്നുള്ളതാണ്. അപ്പം എങ്ങോട്ടൊക്കെ മുഖമായിട്ട് ഗൃഹങ്ങളാവാം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പലർക്കും. ഞാനത് അങ്ങയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. തെക്കോട്ട് ദർശനമാകാമോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ അതില് 4 മഹാദിക്കുകളെ പറ്റിയിട്ട് ശാസ്ത്രത്തിൽ സൂചനയുണ്ട്. കൃത്യമായ കിഴക്കോട്ട് ഗൃഹാവാം, വടക്കോട്ടാവാം, തെക്കോട്ടാവാം, പടിഞ്ഞാട്ടും ആവാം. എന്നാൽ 4 കോണുകളിലേക്ക് പാടില്ല എന്നാണ്. അപ്പൊ അതാണ് നമ്മളവിടെ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കോൺ തിരിഞ്ഞിട്ടുള്ള ദിശകളിലേക്ക് മുഖമായിട്ടുള്ള ഗൃഹങ്ങൾ പാടില്ല എന്ന് ശാസ്ത്ര സൂചനയിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാരണം. എന്തുകൊണ്ടാണ് പലപ്പോഴും ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്, ഗൃഹം നിർമ്മിക്കുന്നവർ, അല്ലെങ്കിൽ ഗൃഹനാഥനും ഗൃഹനാഥയും തന്നെയോ ഇവർക്കൊക്കെ സംശയങ്ങൾ വരാം. നമ്മുടെ ഈ ഒരു ഭൂമി കണ്ടാൽ ഇതൊരു ചതുരമല്ലേ, ഇവിടെ കൃത്യമായിട്ട് റോട്ടിലേക്ക് മുഖമായിട്ട് വെച്ചാൽ പോരെ, അതല്ലേ കൂടുതൽ എലിവേഷന് ഭംഗി കിട്ടുക, അതല്ലേ നമുക്ക് കൂടുതൽ നല്ലത് എന്നുള്ളത് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ആ ഭൂമിയുടെ അതിരുകൾ, ഇപ്പം ഈ ഒരു ഇത് തന്നെ ചതുരൊരു ഭൂമിയാണെങ്കിൽ അതിൻ്റെ അതിരുകൾ പരിശോധിച്ച് അതിൻ്റെ അതിരുകൾ കൃത്യമായി ദിശയ്ക്ക് അനുകൂലമാണോ, ആ ദിശയ്ക്കനുസരിച്ച് ആ ഭൂമിയിൽ കൃത്യമായിട്ടുള്ള ദർശനം ലഭിക്കുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു സ്ഥാനനിർണയം നടത്തുക. കാരണം അവിടെ ആ ഒരു ഗൃഹം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും നമുക്കവിടെ നിൽക്കുമ്പോഴും അനുഭവപ്പെടുന്നത് ഈ ഭൂമി ചതുരമാണെന്നും ഈ ഭൂമിയുടെ ഒരു ചെറിയ കഷ്ണമായിട്ടുള്ള ഈ വാസ്തുപുരുഷ സങ്കല്പമായിട്ടുള്ള പ്ലോട്ട് ഒരു ചതുരത്തിലാണ്, നിശ്ചലമായിട്ടുള്ള പ്ലോട്ടാണ് എന്ന് നമ്മൾ കരുതുന്നു അല്ലെ, ഭൂമിയുടെ ഭാഗമാണ്. എന്നാൽ നമുക്ക് തന്നെ അറിയാം 24 മണിക്കൂർ കൊണ്ട് ഇതൊരു തവണ ഭൂമി കറങ്ങുന്നുണ്ട്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈസ്റ്റ് വെസ്റ്റ് ആക്സിസിൽ ഈ ഭൂമി ഒരു ദിവസത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ അത് അനുഭവപ്പെടുന്നില്ല എങ്കിലും അതേപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ അത് തെക്ക് വടക്ക് ദിശയിലും നോർത്ത് സൗത്ത് ഡയറക്ഷനിലും അതിന് സൂര്യനെ വലം വയ്ക്കുന്നു. അപ്പോൾ ഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള 2 ചലനങ്ങളാണ്. ആ ചലനം എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ആ ആക്സിസിൽ, ഈസ്റ്റ് വെസ്റ്റ് ആക്സിസിലും പിന്നെ നോർത്ത് സൗത്ത് ആക്സിസിലും അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ ഈ 2 ചലനമാണ് ഭൂമിക്കുള്ളത്. അപ്പോൾ ശാസ്ത്രത്തിലെ ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഭൂമിയുടെ ചലനദിശ ഏതാണോ ആ ദിശകൾക്ക് സമാന്തരമായിട്ട് ഗ്രഹങ്ങൾ വെച്ചാൽ അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ നമുക്ക് കൽപ്പാന്തകാലത്തോളം വസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമിയുടെ ചലനം ഈസ്റ്റ് വെസ്റ്റ് ആക്സിസിലാണെങ്കിൽ അതിനനുസരിച്ച് സമാന്തരമായിട്ട് ഗൃഹം വയ്ക്കണം. അതേ സ്ഥാനത്ത് അവിടെ ആ ദിശയ്ക്കനുസരിച്ചല്ലാതെ പ്ലോട്ടിൻ്റെ അതിർത്തിക്കനുസരിച്ച് കുറച്ച് ഇങ്ങനെ ചരിച്ചു വെച്ചാൽ അത് നമുക്ക് ചിലപ്പോൾ
കുറച്ച് സ്വസ്ഥതയും സമാധാനവും വേണ്ട വിധത്തിൽ ലഭിക്കില്ല. ദോഷകരമായി മാറിയേക്കാം. അതെ. അല്ല, അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണല്ലോ തിരുമേനി. ഇപ്പോൾ കാണപ്പയ്യൂർ മന ഉൾപ്പെടെ വരിക്കാശ്ശേരി അങ്ങനെ പരമ്പരാഗതമായിട്ട് എന്താണ് എനിക്ക് തോന്നുന്നത് വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള അതൊക്കെ അന്ന് ഇപ്പോൾ തിരുമേനി പറഞ്ഞ പോലെ ഈ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഇന്നത് നിലനിൽക്കുന്നു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് കാണാവുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഈ വയനാട് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരിക്കുന്ന ദുരന്തം, അതിപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ ഈ ഭൂമിയുടെ ഒരു കിടപ്പ് നമ്മൾ കാണുമ്പോൾ അത് ചതുരമാണ് അല്ലെങ്കിൽ ദീർഘചതുരാണെന്നൊക്കെ തോന്നും. പക്ഷേ അതിനെ ഈ വാസ്തുശാസ്ത്രപരമായിട്ട് വിലയിരുത്തി കഴിയുമ്പോൾ എവിടെയാണ് അതിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാതെ എന്ത് തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയ ചെയ്താലും പ്രകൃതിയെ അത് ഇക്കോളജിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മനുഷ്യന് തിരിച്ചടി കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും എന്തിനും ശാസ്ത്രം വലിയൊരു അടിസ്ഥാനം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമുക്കറിയില്ല H2O എന്നുള്ളത് അറിയില്ല, ദാഹം മാറുന്നുണ്ട്. പക്ഷെ പിന്നീട് അത് നമ്മൾ കണ്ടെത്തി എന്ന് പറഞ്ഞ പോലെ ഇത് തിരിച്ചറിയാത്ത ആളുകൾ എന്നെങ്കിലും വാസ്തുവിൻ്റെ പ്രത്യേകതയും പ്രാധാന്യം തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ആ തിരിച്ചറിവ് കാണിപ്പയ്യൂരിലേക്കും എത്തും. നമസ്കാരം.